ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് നമുക്കറിയാം, ഇന്നലെ കൊട്ടിക്കലാശത്തിന് ശേഷം മുന്നണികളൊക്കെ ഇന്ന് നിശബ്ദ പ്രചാരണത്തിലേക്ക് നീങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ പോളിംഗ് സാമഗ്രികളൊക്കെ വിതരണം ചെയ്യും. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ മഹോത്സവത്തിലേക്ക് കേരളം കടക്കാൻ പോകുന്നു. ഒപ്പം ഏതാണ്ട് 2.25 കോടി ജനങ്ങൾ, 2.25 കോടി വോട്ടർമാരാണ്, അതിലേറെ വോട്ടർമാരാണ് കേരളത്തിൽ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നത്. മറ്റന്നാളത്തെ പോളിംഗ് ബൂത്തിനായി വരി നിൽക്കാനായി കാത്തു നിൽക്കുന്നത്. എന്നാൽ നമ്മൾ പോളിംഗ് ബൂത്തിലെ കാഴ്ചകൾ, തെരഞ്ഞെടുപ്പ് കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. നമുക്ക് നോക്കാം ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെ. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. സംസ്ഥാനം നാളെ അങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. അവസാന മണിക്കൂറുകളിൽ അടിയൊഴുക്കുകൾ അത് അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 2.77 കോടി വോട്ടർമാരാണ് വിധിയെഴുതുക. പോളിംഗ് സാമഗ്രികളുടെ വിതരണം അല്പസമയത്തിനകം ആരംഭിക്കും. വി അരുൺ തിരുവനന്തപുരത്ത് നിന്നും, കൊച്ചിയിൽ നിന്ന് നവമി ദിനേശുമാണ് ആദ്യം ചേരുന്നത്. ഞാൻ ആദ്യം വി അരുണിലേക്ക് പോകുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനുള്ള സമയം അത് 7 മണി ആണ്. അല്പസമയത്തിന് തന്നെ അത് പൂർണ്ണമായും വിതരണത്തിലേക്ക് കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഇന്നലെയായിരുന്നു കൊട്ടിക്കലാശം. ആ കൊട്ടിക്കലാശത്തിൻ്റെ നിമിഷങ്ങളൊക്കെ അത് എല്ലാവരും കണ്ടതാണ് ജനങ്ങൾ. അപ്പോൾ നമ്മൾ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം എന്തായെന്ന് ചോദിക്കാം അരുണിനോട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കാറായോ? അതാണല്ലോ നമ്മൾ ആദ്യം പോകേണ്ടത്. ഇന്ന് പ്രധാനമായും നിശ്ചിത പ്രചാരണത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ സാമഗ്രികളുടെ വിതരണം എത്ര മണിക്ക് ആരംഭിക്കും? 8 മണിക്കാണ് തിരുവനന്തപുരത്ത് പോളിംഗ് സാമഗ്രി വിതരണം ആരംഭിക്കുക. എല്ലാ ക്രമീകരണങ്ങളും, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നേരത്തെ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ, മുഖ്യ വരണാധികാരി അദ്ദേഹമാണ് ജില്ലയിൽ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. 8 മണിക്ക് തിരുവനന്തപുരത്തെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. പോസ്റ്റൽ വോട്ടുകൾ ഇന്നുകൂടി ചെയ്യാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലങ്ങളിലായുള്ള 14 നിയോജക മണ്ഡലങ്ങളിലെ വിതരണ കേന്ദ്രങ്ങളിൽ ഇന്ന് ഈ പോളിംഗ് സാമഗ്രി വിതരണം 8 മണിയോടുകൂടി ആരംഭിക്കും. പോളിംഗ് സാമഗ്രിയുടെ വിതരണത്തിന്, അതായത് ബൂത്തുകളിലേക്ക് കൊണ്ടുപോകാൻ, ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുമ്പോൾ തീരമേഖലയും മലയോര മേഖലയും നഗരവും അതുപോലെ ഗ്രാമപ്രദേശങ്ങളും ഒക്കെ അടങ്ങിയ ഒരു മണ്ഡലമാണ്. അവിടെയൊക്കെ ഈ വാഹനങ്ങളിൽ എത്തിക്കണം. ചില ബൂത്തുകൾ, വനത്തിനുള്ളിലുള്ള ബൂത്തുകൾ പോലും ആറ്റിങ്ങലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള വിപുലമായ സജ്ജീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചെയ്തിട്ടുള്ളത്. 695 വാഹനങ്ങളാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിന് ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇവിടേക്ക് ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ആവശ്യമാണ്. സായുധ പോലീസിന്റെ അകമ്പടിയിലാകും പോളിംഗ് സാമഗ്രികൾ പോളിംഗ് കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുക. ഓരോ വാഹനത്തിലും സായുധ പോലീസിനെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ഈ വിതരണ കേന്ദ്രങ്ങളിൽ ഉണ്ടാകും. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാകും പോളിംഗ് സാമഗ്രികളുടെ വിതരണവും നടക്കുക. 248 സെക്ടർ ഓഫീസർമാരുടെ സേവനമാണ് ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 14 വിതരണ കേന്ദ്രങ്ങളാണുള്ളത്. 14 ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങൾ ഉണ്ടാകും. അവിടെ നിന്ന് ഇന്ന് വൈകിട്ടോടുകൂടി എല്ലാ പോളിംഗ് ബൂത്തുകളിലേക്കും സാധനങ്ങൾ എത്തിക്കും. വൈകുന്നേരത്തോടുകൂടി പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കും. അതിന് ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ സഹകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തേടിയിട്ടുണ്ട്. സാധാരണ അവരുടെ കൂടി സഹായത്തോടു കൂടിയാണ് പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കുന്നത്. വനിതാ സൗഹൃദ ബൂത്തുകളുണ്ടാകും. കുട്ടികൾക്ക് വേണ്ടി ചില പോളിംഗ് ബൂത്തുകളിൽ ക്രഷുകൾ ഏർപ്പെടുത്തുന്നത്, അതായത് മാതാപിതാക്കൾക്കും വരുന്ന കുട്ടികളെ വലിയ ക്യൂ ഒക്കെ രൂപപ്പെട്ട് അവർക്ക് ഒരു സമയം ചെലവഴിക്കാൻ ക്രഷുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും കുടിവെള്ള സൗകര്യം, കൊടും ചൂടാണ്, കടുത്ത വേനലാണ്, അതുകൊണ്ട് തന്നെ കുടിവെള്ളം ഉറപ്പാക്കാൻ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം, ഏതാണ്ട് 24 മണിക്കൂറിൽ താഴെയാണ് ഇനി സംസ്ഥാനത്ത് വോട്ടെടുപ്പ് തുടങ്ങാൻ ബാക്കിയുള്ളത്. 2 മാസത്തിലേറെ നീണ്ട പ്രചരണങ്ങൾ, സംസ്ഥാനം അടുത്തൊന്നും കണ്ട തരത്തിലുള്ള ശക്തമായ പ്രചരണമാണ് സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായത്. അതും വീറും വാശിയുള്ള പ്രചരണം.
അത്രയധികം പ്രാധാന്യത്തോടു കൂടിയാണ് മുന്നണികൾ തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രചരണം ഇത്രയധികം ശക്തമായി മുന്നോട്ട് പോയത്. നിരവധി ആരോപണ പ്രത്യാരോപണങ്ങൾ വന്നു. നമ്മൾ കൊട്ടിക്കലാശത്തിൽ പോലും കണ്ടതാണ്. ഇഞ്ചോടിഞ്ച് വിട്ടുകൊടുക്കാതെ മുന്നണികൾ കൊട്ടിക്കലാശം പോലും തങ്ങളുടേതാക്കാനുള്ള ശ്രമം. കൊട്ടിക്കലാശം കഴിയുമ്പോഴും വലിയ പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ മുന്നണികൾ. നേരത്തെയുള്ള സ്ഥിതി നിലനിർത്താം എന്ന ഉറച്ച പ്രതീക്ഷയിൽ, അത് ഒരുപക്ഷെ മെച്ചപ്പെടുത്താം, 20 സീറ്റിലേക്ക് പോകാമെന്ന പ്രതീക്ഷയാണ് UDF കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഒന്നിൽ നിന്ന് വലിയൊരു മുന്നേറ്റം, ഒരുപക്ഷെ ഇരട്ട ഡിജിറ്റിലേക്ക് പോലും മുന്നേറ്റം ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നു. BJP പ്രധാനമന്ത്രി ഇരട്ട ഡിജിറ്റ് കേരളത്തിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും അത്രയൊന്നും പ്രതീക്ഷയിലേക്ക് പോകുന്നില്ലെങ്കിലും കേരളത്തിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കും. ഒന്നിലധികം മണ്ഡലങ്ങളിൽ BJP വിജയം ഉറപ്പിക്കുന്നു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ പോലുള്ള മണ്ഡലങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണ BJPയും കാണുന്നത്. അരുൺ തുടരുക. അരുണിലേക്ക് മടങ്ങിയെത്താം. ഞാൻ കൊച്ചിയിലേക്ക് കൂടി ഒന്ന് പോകുന്നു. നവമി ഉണ്ട് അവിടെ. നവമി, ഗുഡ് മോർണിംഗ്. നവമി എവിടെയാ ഉള്ളത്? അവിടെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? എൽദോ, വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായും രാവിലെ 8 മണി മുതൽ തന്നെ ഈ സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. എറണാകുളം ജില്ലയിൽ ആകെ 2294 പോളിംഗ് ബൂത്തുകളാണ് ഇന്ന് മുതൽ സജ്ജമാകുന്നത്. അതിൽ 14 കേന്ദ്രങ്ങളിൽ നിന്നായിരിക്കും, നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുക. ഈ വോട്ടർമാരുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 26.3 ലക്ഷം വോട്ടർമാരാണ് എറണാകുളം ജില്ലയിലുള്ളത്. അതിൽ 13,52,692 സ്ത്രീ വോട്ടർമാരും 12,82,060 പുരുഷ വോട്ടർമാരുമായിരിക്കും ഉണ്ടാകുക. 31 ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്. ശതമാന കണക്ക് നോക്കുകയാണെങ്കിൽ 51.34% സ്ത്രീകളും 48.66% പുരുഷന്മാരുമായിരിക്കും. അതിൽ 38,637 കന്നി വോട്ടർമാരാണുള്ളത്. ഇവർ ആദ്യമായാണ് നാളെ വോട്ട് ചെയ്യാൻ പോകുന്നത്. അവരുടെ വോട്ട് ആർക്കായിരിക്കും എന്നതൊക്കെ ഇനി നമുക്ക് വിധി ദിനത്തിൽ അറിയാൻ സാധിക്കും. 38 ബൂത്തുകളിൽ വനിതാ ഉദ്യോഗസ്ഥരുടെ കീഴിലായിരിക്കും 28 ബൂത്തുകൾ പ്രവർത്തിക്കുക. ഇവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അത് കൃത്യമായി ഇടപെടാനും അല്ലെങ്കിൽ അവരുടെയുള്ള എല്ലാ മേൽനോട്ടങ്ങളും വനിതാ പോലീസുകാരായിരിക്കും മേൽനോട്ടത്തിലായിരിക്കും നടക്കുക. 1735 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഉണ്ടായിരിക്കും. ഇവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അത് കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഇതിൽ എറണാകുളം ജില്ലയിൽ 3 പ്രദേശങ്ങളാണ് പ്രശ്നബാധിത പ്രദേശങ്ങളായി കണക്കാക്കുന്നത്. അത് കുന്നത്ത് നാട്ടിലെ കാവും പറമ്പിലെ 76, 77 നമ്പർ ബൂത്തുകളിൽ പ്രശ്നബാധിതരായി കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേക പോലീസിന്റെ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. മൂവാറ്റുപുഴ മേക്കളമ്പിൽ 34 നമ്പർ ബൂത്തിലും പ്രശ്നബാധിത ബൂത്തായി കണക്കാക്കപ്പെടുന്നുണ്ട്. കാരണം അവിടുത്തെ പ്രാദേശിക നേതാക്കൾ തമ്മിലുള്ള ഒരു സംഘർഷമാണ് അതിനുള്ളൊരു കാരണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ 2020 പ്രവർത്തകരുമായി CPM പ്രവർത്തകർ തമ്മിൽ ചെറിയ രീതിയിലുള്ളൊരു സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സാധ്യത കണക്കിലെടുത്താണ് ഈ പ്രശ്നബാധിത മേഖലയായി ബൂത്തായി കണക്കാക്കി ഇവിടെ അതീവ സുരക്ഷയും ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ പോലീസിന്റെ സന്നാഹമാണ് ജില്ലയിലുടനീളം ഇന്ന് ഉച്ച മുതൽ തന്നെ കാണാൻ സാധിക്കുക. ഈ പോളിംഗ് സാമഗ്രികൾ എത്തുന്ന സ്കൂളുകളിൽ, അതാത് ഇടങ്ങളിൽ, ഈ പോളിംഗ് ബൂത്തുകളിലൊക്കെ കൃത്യമായി പോലീസിന്റെ നിരീക്ഷണം ഉണ്ടാകും. പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ തന്നെയായിരിക്കും. അവരുടെ ഇന്നത്തെ ഉള്ള ദിവസം അവർക്ക് ഉച്ചഭക്ഷണം, ശുചിമുറികളെല്ലാം തന്നെ കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, കൊച്ചി പോലീസിന് കീഴിൽ 757 പോളിംഗ് സ്റ്റേഷനുകളും റൂറൽ പോലീസിന് കീഴിൽ 1538 പോളിംഗ് സ്റ്റേഷനുകളുമാണുള്ളത്. 142 ഗ്രൂപ്പ് പെട്രോളിംഗ് പോലീസ് ഉദ്യോഗസ്ഥരും അതിനോടൊപ്പം സായുധ സേനയും ഒക്കെ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ട്. എന്തായാലും അതീവ സുരക്ഷയിലായിരിക്കും നാളെ പോളിംഗ് ബൂത്തുകൾ. എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ സ്ഥാനാർത്ഥികളെല്ലാം അവസാനവട്ട ഓട്ടത്തിലാണ് വോട്ടുകൾ ഉറപ്പിക്കാൻ. എല്ലാവരെയും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഓടി നടന്ന് ഈ ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് ഓടി നടന്ന് വോട്ടർമാരിലേക്ക് എത്തുകയും അവരുടെ വോട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമായിരുന്നു. എന്തായാലും ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. ഇന്നും അവസാനം ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ളൊരു രാവിലെ തന്നെ ഈ സ്ഥാനാർത്ഥികളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഇനി ഇവരുടെ വിധി നിർണ്ണയിക്കുന്നത് വോട്ടർമാരാണ്. അത് നാളെയാണ്. നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ ഇനി 24 മണിക്കൂറില്ല, അതിൽ താഴെയാണ്. നാളെ ഈ സമയത്തോടൊക്കെ ആകുമ്പോഴേക്കും വോട്ടർമാരെല്ലാം വോട്ടിടാനായി എത്തിക്കഴിയും. എന്തായാലും എറണാകുളം ജില്ലയിൽ ഇന്ന് 8 മണി മുതൽ തന്നെ പോളിംഗ്
സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുകയും ചെയ്യും. ഓക്കെ, നവമി തുടരുക. ഞാൻ അരുണിലേക്ക് വീണ്ടും പോകുന്നു. അരുൺ, ഇന്നലെ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത് ഒരു അമ്പരപ്പിക്കുന്ന ഒരു കൊട്ടിക്കലാശം എന്നൊക്കെ പറയാം. ഒരു കൃത്യമായും പേരൂർക്കട ജംഗ്ഷൻ ഒരു ഉത്സവപ്പറമ്പ് എന്നുള്ള മട്ടിലേക്ക് പോയി. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഇത്ര മാത്രം കളർഫുൾ ആയിട്ടുള്ള ഒരു കൊട്ടിക്കലാശം വേറെ ഒരിടത്ത് നടന്നോ എന്ന് എനിക്കറിയില്ല. അത്രമാത്രം വിഷ്വൽസിലൊക്കെ അങ്ങനെയാണ് കണ്ടത്. ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ ക്രെയിനിലേറിയില്ല എങ്കിൽ പോലും പന്ന്യൻ സജീവമായിരുന്നു. ഒരു വർണ്ണവിസ്മയം തീർക്കുകയായിരുന്നു ശശി തരൂരിൻ്റെയും രാജീവ് ചന്ദ്രശേഖറിൻ്റെയും പ്രവർത്തകരും അണികളും. അപ്പോൾ ഇന്നലെ അരുണും ഒന്ന് ക്രെയിനിൻ്റെ മുകളിൽ കയറിയായിരുന്നല്ലോ. അപ്പോൾ ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷങ്ങളിലെ ആ ഒരു ഊർജത്തിൽ മുന്നണികൾ എന്താണ് കണക്കൂട്ടുന്നത്? ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്ത്. തീർച്ചയായും എൽദോ, പേരൂർക്കട എപ്പോഴും അങ്ങനെയാണ്. ഏറ്റവും അധികം ആവേശമുള്ള, ഏറ്റവും അധികം കളർഫുള്ളായ, ഏറ്റവും അധികം നിറങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന, എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുന്ന ഒരു കൊട്ടിക്കലാശ വേദിയാണ് പേരൂർക്കട. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണ അതത് വാർഡുകൾ കേന്ദ്രീകരിച്ചൊക്കെയാകും പ്രചരണം. പക്ഷെ അപ്പോഴും പേരൂർക്കടയിൽ സമാനമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതുതന്നെയാണ് ഇന്നലെയും പേരൂർക്കടയിൽ കണ്ടത്. ഞാൻ ആറ്റിങ്ങലാണ് ഉണ്ടായിരുന്നത്. ആറ്റിങ്ങലും ഒട്ടും മോശമായില്ല. പതിയെ തുടങ്ങി കത്തിക്കയറുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ആറ്റിങ്ങൽ. ഇവിടെയെല്ലാം ശ്രദ്ധിക്കാൻ നമുക്ക് ഈ വോട്ടെണ്ണുമ്പോൾ അതിന്റെ ഫലം എങ്ങനെയായാലും ഈ നമ്മൾ കണ്ട കൊട്ടിക്കലാശ വേദികളിലൊക്കെ ഏറ്റവും അധികം സജീവമായി നിന്ന് ഏറ്റവും അധികം ആവേശത്തോടെ നിന്നത്, ഒരുപക്ഷെ ഏറ്റവും അധികം സംവിധാനങ്ങൾ ഉപയോഗിച്ചത് BJP ആണ്. അവരുടെ മുന്നണി എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാനാകില്ല. അത്രയധികം ആവേശത്തോടുകൂടി BJP പ്രവർത്തകർ, അത് ഇപ്പോഴല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ വോട്ടെണ്ണുമ്പോൾ എന്ത് ഫലമായാലും BJPയുടെ കൊട്ടിക്കലാശിലെ ആവേശം മറ്റു രണ്ട് മുന്നണികളെയും കവച്ചുവെക്കുന്നതാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അത് ഈ 2 മാസം നീണ്ട പ്രചരണത്തിലും അത് പലയിടത്തും നമുക്ക് കാണാനായി. അതുകൊണ്ടാണ് അവർ ഈ വലിയൊരു വിജയപ്രതീക്ഷ എപ്പോഴും 2 ഡിജിറ്റ് എന്ന് പ്രധാനമന്ത്രി പറയുമ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് BJP പ്രതീക്ഷിക്കുന്നത്. ആറ്റിങ്ങലിലൊക്കെ നമ്മൾ കണ്ടത് ശരിക്കും അവിടെ ഒരു ത്രികോണ പോരാട്ടം എന്ന് പറയുമ്പോഴും തുടക്കത്തിൽ അവസാന ഘട്ടം വരെയും ഇടത് വലത് മുന്നണിക്ക് നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ. പക്ഷേ അവസാനം ഇന്നലെ നേതാക്കളുമായി സംസാരിക്കും അങ്ങനെയല്ല കാര്യങ്ങൾ. അവിടെ BJP അതിശക്തമായ രീതിയിൽ പ്രചരണം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വലിയൊരു മുന്നേറ്റം അവിടെ പ്രതീക്ഷിക്കുന്നു. 2,48,000 വോട്ടാണ് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ പിടിച്ചത്. അത് പിടിച്ചെടുക്കുക എന്നത് V. മുരളീധരന് വെല്ലുവിളിയാകുമെന്നായിരുന്നു പൊതുവിൽ കണക്കൂട്ടി. പക്ഷേ ഒരുപക്ഷെ അതും കടന്നു പോയേക്കാം എന്ന ഒരു വിലയിരുത്തലാണ് മറ്റു മുന്നണികളുടെ ക്യാമ്പുകളിൽ നിന്ന് പോലും ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശൂരിനൊപ്പം നിർത്താവുന്ന ഒരു മണ്ഡലമായി ആറ്റിങ്ങൽ മാറും. തിരുവനന്തപുരം പൂർണ്ണമായും അപ്രവചനീയമാണ് അവസ്ഥ. ശശി തരൂർ ഈസി വാക്ക് ഓവർ നേടുന്ന കാലം തിരുവനന്തപുരത്ത് കഴിഞ്ഞു എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നു. രാജീവ് ചന്ദ്രശേഖർ ശക്തമായ വെല്ലുവിളിയുമായുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ ഇടതു ക്യാമ്പുകൾ ഇന്നലെ പറയുമ്പോൾ ഈ 2 UDF കഴിഞ്ഞ 1-2 സ്ഥാനത്ത് വന്ന UDFും BJPയും ഉള്ള പോരിനിടയിൽ പന്ന്യൻ രവീന്ദ്രൻ ജയിച്ചു കയറുമെന്ന വലിയ പ്രതീക്ഷ ഈ ഘട്ടത്തിലും ഇടത് കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിന്റെ കണക്കുകൾ കൂടി അവർ പറയുന്നതിലേക്ക് നമുക്ക് വരും മണിക്കൂറുകളിൽ പോകാം. അങ്ങനെ തിരുവനന്തപുരത്തും വലിയ പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. ആര് ജയിക്കും, ആര് തോക്കും? ഇന്നലെ BJPയുടെ ജില്ലാ പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റൊക്കെ പുറത്തു വന്നു. തിരുവനന്തപുരത്ത് മത്സരം LDFും NDAയും തമ്മിലാണ്. അതൊരു കൗതുകരമായ ഒരു പരാമർശമായി തോന്നാമെങ്കിലും അവിടെയും ചില കണക്കുകൾ അല്ലെങ്കിൽ ചില ലക്ഷ്യങ്ങൾ അദ്ദേഹവും BJPയും ഒക്കെ മുന്നിൽ കാണുന്നുണ്ട്. നേരത്തെ ഇതേ BV രാജേഷ് പറഞ്ഞത് തിരുവനന്തപുരത്ത് LDF ഇല്ല, മത്സരം NDAയും UDFും തമ്മിലെന്നാണ്. പക്ഷേ അവസാന ദിവസം അദ്ദേഹം ആ വാക്കുമാറ്റി, ആ നിലപാട് മാറ്റി. NDAയും UDF തമ്മിൽ മത്സരം നേരത്തെ ശശി തരൂർ പറഞ്ഞിരുന്നു. അത് ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ച് ഉള്ള ഒരു നീക്കമാണ്, തന്ത്രമെന്ന വിലയിരുത്തൽ പൊതുവിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആര് തമ്മിൽ മത്സരിക്കുന്നു എന്ന കാര്യത്തിൽ പോലും അവസാനവട്ടം ഈ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം നൽകുന്ന ആളുകൾക്ക് തന്നെ വലിയ അഭിപ്രായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, വാക്കുമാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതാണ് തിരുവനന്തപുരം ഞാൻ പറയുന്നത്. ഓരോ ദിവസവും ഓരോ നിമിഷവും തികച്ചും അപ്രവചനീയമായി മാറുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ എതിർ സ്ഥാനാർത്ഥിക്കൊപ്പം നിന്ന വോട്ട് ബാങ്കുകളെ, വോട്ട് ഗ്രൂപ്പുകളെ ഒപ്പം ചേർക്കാനുള്ള നീക്കങ്ങൾ ഇന്നലെ രാത്രി വൈകിയും സജീവമായി നടന്നു. പലയിടത്തും നമുക്കറിയാം ക്രൈസ്തവ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണിത്. മുസ്ലിം വോട്ടുകൾ വളരെ വിജയം നിർണ്ണയിക്കുന്ന മേഖലയാണ് തിരുവനന്തപുരം. ഹിന്ദു വോട്ടുകളാണ് കൂടുതൽ മണ്ഡലത്തിലുള്ളെങ്കിൽ പോലും തിരുവനന്തപുരത്ത് വളരെ നിർണായകമായ ചില ശക്തികളാണ് ഞാൻ സൂചിപ്പിച്ച പേരുകൾ. അവിടെയൊക്കെ കടന്നു കയറാൻ നേരത്തെ അവർക്കൊപ്പം ഇല്ലായിരുന്ന ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അത് എതിർ സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയാകുമെന്ന തരത്തിലുള്ള സൂചനകളുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് ഇപ്പോഴും ആര് ജയിക്കും, ആര് പരാജയപ്പെടുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. അതിസങ്കീർണമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. വോട്ടെണ്ണിക്കഴിയുമ്പോൾ മാത്രം അറിയാവുന്ന ഒരു കാര്യമായി അത് മാറുമെന്ന് ഉറപ്പാണ്. അങ്ങനെ തിരുവനന്തപുരം മണ്ഡലം അക്ഷരാർത്ഥത്തിൽ ആ രീതിയിലേക്ക് മാറുന്നു.
ആറ്റിങ്ങലിലും ഒട്ടും പിന്നിലല്ല തെരഞ്ഞെടുപ്പ് ആവേശവും തെരഞ്ഞെടുപ്പ് പോരും. അവിടെയും ചില അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാമെന്ന ചർച്ചകൾ പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. ഞാനത് വിജയുടെ കാര്യം മാത്രമല്ല, രണ്ടാമത് വരുന്ന ആളുകൾ രണ്ടാമതെത്തുന്ന മുന്നണിയുടെ കാര്യത്തിൽ പോലും അത്തരത്തിൽ ചില രണ്ടാമതെത്തുന്ന കാര്യത്തിൽ പോലും അവിടെ വലിയ അനിശ്ചിതത്വങ്ങൾ, അടിയൊഴുക്കുകൾ അവസാന മണിക്കൂറുകൾ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് ഈ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളുമായി സ്ഥാനാർത്ഥികളുമായൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ അപ്രവചനീയമായി മാറുകയാണ് തലസ്ഥാന ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളും. പ്രതീക്ഷകൾ അതുപോലെ തന്നെ ആശങ്കകൾ മുന്നണികളെ മുന്നണികൾക്കൊപ്പം കൂടുന്ന ഒരവസ്ഥയാണ് ഈ അവസാന മണിക്കൂറുകൾ. 24 മണിക്കൂർ താഴെയുള്ളപ്പോഴും തിരുവനന്തപുരവും ആറ്റിങ്ങലും അനിശ്ചിതത്വത്തിന്റെ പരകോടിയിൽ എന്ന് വേണമെങ്കിൽ പറയാം. എക്സാക്ട്ലി, വളരെ ശക്തമായുള്ള പോരാട്ടമാണ് നടക്കുന്നത് തിരുവനന്തപുരത്ത്. ഒരു അപ്രവചനീയമായിട്ടുള്ള സാഹചര്യം എന്ന് തന്നെയാണ് കണക്കാക്കേണ്ടതും. അരുണും ഒപ്പം നവമിയും തുടരുക. ഞാൻ അതിനു മുമ്പ് ഞാനൊന്ന് വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിൽ അവിടെ ഒരു ഭക്ഷ്യ കിറ്റ് വിവാദം ഉണ്ടായിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും വോട്ടർമാർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഭക്ഷ്യ കിറ്റുകൾ എത്തിച്ചു എന്നാണ് പരാതി. സംഭവത്തിന് പിന്നിൽ BJP ആണെന്ന് UDF-ഉം LDF-ഉം ആരോപിക്കുന്നു. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഇത് എന്താണ് സംഭവം? എന്താണ് ഈ NDA ക്യാമ്പിന്റെ പ്രതികരണം? ഇന്നലെയാണ് എന്തോ ഈ പരാതിക്ക് ഇടയാക്കുന്ന സാഹചര്യം ഉണ്ടായത്. മാനന്തവാടിയിലെയും സുൽത്താൻ ബത്തേരിയിലെയും ചില സൂപ്പർ മാർക്കറ്റുകൾക്ക് മുമ്പിൽ നിന്ന് 1500ഓളം കിറ്റുകൾ തയ്യാറാക്കിയ ലോറികൾ കടന്നു പോകാൻ ശ്രമിക്കുന്നതിനിടെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തി കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് ഈ വിവരം മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ അറിഞ്ഞതോടെയാണ് ഈ സൂപ്പർ മാർക്കറ്റിന് മുന്നിലേക്ക് ഈ പ്രവർത്തകർ രാത്രി വൈകിട്ട് അടിച്ചുകൂടുന്ന സാഹചര്യം ഉണ്ടായത്. പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. BJPക്ക് വേണ്ടി തയ്യാറാക്കിയ കിറ്റുകളാണ് ഇത് ഈ ആദിവാസി മേഖലകൾ ഉൾപ്പെടെ വിതരണം ചെയ്യാനെന്ന ആക്ഷേപമാണ് UDF-ഉം LDF-ഉം ഒരേപോലെ ഉന്നയിക്കുന്നത്. പക്ഷേ BJP ഇത് തള്ളിക്കളയുകയാണ്. ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ വൈകാതെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും NDAയുടെ സ്ഥാനാർത്ഥിയുമായ K. സുരേന്ദ്രൻ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ കിറ്റുകൾക്കകത്ത് വെളിച്ചെണ്ണയും റസ്കും ചായപ്പൊടിയും അതോടൊപ്പം വെറ്റിലയും ചുണ്ണാമ്പും ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിവരം. നേരത്തെയും ഈ വയനാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളകളിലുമൊക്കെ ആദിവാസി ജനവിഭാഗത്തെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുകയും പണം കൈമാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ മുൻപും ഉയർന്നിട്ടുള്ളതാണ്. സമാനമായ ഒരു സാഹചര്യം ഇപ്പോൾ വീണ്ടും ഉടലെടുത്തിരിക്കുന്നു. സുൽത്താൻ ബത്തേരിയിലും അതോടൊപ്പം തന്നെ മാനന്തവാടിയിലെ 5-ാം മൈലിലുമാണ് ഇന്നലെ വൈകിട്ട് ഇത്തരത്തിൽ ഈ പാക്ക് ചെയ്ത പാക്കറ്റുകൾ വിതരണം ചെയ്യാൻ ഉള്ള ലോറിയിലേക്ക് കയറ്റുന്നതിനിടയിൽ ഫ്ലൈയിങ് സ്ക്വാഡ്, ഇലക്ഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന പുരോഗമിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണവും സമാന്തരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൽദോ, ശരി, ഡാനാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അവിടെ ഒരു കിറ്റ് വിവാദം ഉയർന്നിരിക്കുന്നു. അത് BJPക്കെതിരെയാണ് ഉന്നയിക്കുന്നത്. ഡാൻ, ഒരു കാര്യം കൂടി, വയനാട്ടിൽ അവിടെ രാജ്യം ഉറ്റുനോക്കുന്ന മണ്ഡലമാണല്ലോ. അവിടെ ഇങ്ങനെ ഇന്നലത്തെ കൊട്ടിക്കലാശം ഒക്കെ ഏത് തരത്തിലാണ് മുന്നണികൾ വിലയിരുത്തുന്നത്? പോരാട്ടത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പരിപാടികൾ? സ്വാഭാവികമായി എൽദോ, തീർച്ചയായിട്ടും ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടം തന്നെയായിരിക്കും വയനാട്ടിൽ നടക്കുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ഇവിടെ ഒരു മത്സരത്തിന്റെ ആവേശം വർദ്ധിപ്പിക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാനായി രംഗത്തെത്തിയ സാഹചര്യമാണ്. അത് തന്നെയാണ് ഇന്നലത്തെ കൊട്ടിക്കലാശത്തിലടക്കം പ്രകടമായതും. സ്വാഭാവികമായി BJP ഇത്തവണ വോട്ടുകൾ കൂടുതൽ പിടിക്കും. ആ പിടിക്കുന്ന വോട്ടുകൾ എവിടെ നിന്നുള്ളതാകും എന്ന തരത്തിലൊക്കെയുള്ള ചർച്ചകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ സജീവമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആദിവാസി മേഖലകളിൽ ജനവിഭാഗങ്ങൾ കൂടുതലുള്ള മേഖലകളിൽ തുടർച്ചയായി സന്ദർശനം നടത്തി അവരെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ BJP നടത്തിയിരുന്നു. അത് ഫലം കാണുമോ ഇല്ലയോ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. അതിനിടയിലാണ് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള സ്റ്റാർ ക്യാമ്പയിനർമാരെ എത്തിച്ച് വിവിധ മേഖലകളിൽ ഇന്നലെ കമലക്കാരടക്കം പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്ന തരത്തിലേക്ക് UDF മാറിയതും. എന്തായാലും പൊതുവെ ഉണ്ടാകുന്ന ഒരു വിലയിരുത്തൽ അനുസരിച്ച് രാഹുൽ ഗാന്ധിക്ക് 2019 ലഭിച്ച ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത ഇത്തവണ ഇല്ല എന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് നിരീക്ഷകരടക്കം പങ്കുവെക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, UDF ക്യാമ്പ് അവകാശപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 4,30,000-ൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള താഴെത്തട്ട് മുതലുള്ള ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ് ഉള്ളത്. എന്തായാലും അനാരോഗ്യം മൂലം രാഹുൽ ഗാന്ധിക്ക് അവസാന ദിവസങ്ങളിൽ വയനാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ
ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വയനാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിലൂടെ UDF ക്യാമ്പിന്റെ ആവേശം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. ആനി രാജയും കെ സുരേന്ദ്രനും വിവിധ മേഖലകളിലെത്തി സാധാരണക്കാരായ ആളുകളുടെ വോട്ട് അവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് നിശബ്ദ പ്രചാരണത്തിന്റെ ഭാഗമായി വോട്ട് തേടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലത്തെ വലിയ ക്ഷീണമൊക്കെ ഉണ്ട് പ്രവർത്തകർക്ക്. പക്ഷേ അതിന്റെ ആലസ്യം വിട്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ സജീവമാകാൻ ഒരുങ്ങുകയാണ് ഇരു മുന്നണികളുടെയും പ്രവർത്തകർ. UDF ക്യാമ്പും സമാനമായ രീതിയിൽ തന്നെ സജീവമാണ്. രാവിലെ മുതൽ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതാണ് മുഖ്യ ഭരണാധികാരിയായ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. റൈറ്റ്, ഡാൻ കുര്യനാണ് വയനാട്ടിലെ വിവരങ്ങൾ പങ്കുവച്ചത്. ഞാൻ കൊച്ചിയിലേക്ക് നോമിയിലേക്ക് വീണ്ടും പോവുകയാണ്. നോമി, ഞാൻ ഈ കൊച്ചിയിലത്തെ ഇന്നലത്തെ കുട്ടിക്കലാശമൊക്കെ ഗംഭീരമായിരുന്നു. കൊച്ചി എറണാകുളം മണ്ഡലം വിട്ട് ഈ ചാലക്കുടി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ നേരത്തെ നവമി സൂചിപ്പിച്ചു മേക്കടമ്പ് ഭാഗത്തൊക്കെ 2020 CPM തർക്കത്തിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ ഈ 2020യുടെ ഒക്കെ കൊട്ടിക്കലാശത്തിൻ്റെ സാഹചര്യം എങ്ങനെയുണ്ടായിരുന്നു? ഈ ചാലക്കുടിയിലെയും ചാലക്കുടിയിൽ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ 2020 സ്വാധീനമുള്ള ഒരു മേഖലയാണല്ലോ. അപ്പോൾ അവരെങ്ങനെയാണ് ആ കൊട്ടിക്കലാശത്തെ ഉൾക്കൊണ്ടത്? തീർച്ചയായും എൽദോ, ചാലക്കുടിയിലും ഇത്തവണത്തെ മത്സരം അല്പം കടുപ്പമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 2020ക്ക് നല്ല വേരോട്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അവിടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം 2020യുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ കുറേ നാളുകളായി, വർഷങ്ങളായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം 2020 സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ അവരൊരു ത്രികോണ മത്സരത്തിനപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയും കൂടി വരുമ്പോൾ കുറച്ചുകൂടി കടുപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ചാലക്കുടി നടക്കുന്നത്. അവിടെയുള്ള 2020 സ്ഥാനാർത്ഥിയാലും ഇന്നലത്തെയുള്ള കലാശക്കൊട്ടൊക്കെ വളരെ ഗംഭീരമായി തന്നെ അവർ ആഘോഷിക്കുകയും ചെയ്തു. അവിടെയും വലിയ പ്രതീക്ഷയാണ് 2020ക്കുള്ളത്. ഈ UDF സ്ഥാനാർത്ഥിയുടെ വോട്ട് അല്ലെങ്കിൽ ഒരു BJP സ്ഥാനാർത്ഥിയുടെ വോട്ട് ആർക്കെങ്കിലും, അതായത് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളൊരു സ്ഥിരമായി UDFനും LDFനും അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യുന്നവർ ഒരു മാറി ചിന്തിക്കണമെങ്കിൽ അതിനുള്ളൊരു സാധ്യത അവിടെ 2020 തുറന്നു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ചാലക്കുടിയും എറണാകുളവും ആയിക്കോട്ടെ രണ്ടിടത്തും 2020യുടെ സാന്നിധ്യം അത് മറ്റ് ഈ ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ച് അല്പം ഒരു ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീഷണിയുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഇത്തവണത്തെ 2020 സ്ഥാനാർത്ഥികൾ. ഇവിടെ രണ്ടിടത്ത് ചാലക്കുടിയിലും എറണാകുളത്തും. അതുകൊണ്ട് 2020യും ഇപ്പോൾ ഇത്തവണ മത്സരത്തിന് ഇറങ്ങുമ്പോൾ അല്പം കടുത്ത ഒരു മത്സരം തന്നെയാണ് കാണുന്നത്. പ്രവർത്തകർക്ക് ഇടയിലേക്ക് എത്തുകയും അല്ലെങ്കിൽ പ്രവർത്തകർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനു മുൻപ് ഇവിടെ ഭരിച്ച എംപിമാർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരുമെന്നുള്ളൊരു ഉറപ്പ് വോട്ടർമാർക്കിടയിൽ നേരിട്ടെത്തി അവർ വിശദീകരിക്കുകയും അവരുമായി സംവദിച്ച് അവരുടെ ആവശ്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയും ചെയ്ത് എന്ന തരത്തിലേക്കുള്ള ഒരു പ്രചാരണമാണ് 2020യുടെ ഭാഗത്തിലേക്ക് പോകുന്നത്. ചാലക്കുടി ഇത്തവണ ബെന്നി ബെഹനാൻ അല്പം ഒന്ന് വിയർക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. കാരണം രവീന്ദ്ര മാഷിന്റെ പ്രചാരണം, അദ്ദേഹത്തിനുള്ള ഒരു സ്വീകാര്യത അത് ചാലക്കുടിയിൽ പ്രകടമാണ്. പലരും തന്നെ ഒന്ന് മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ചാലക്കുടിയിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോഴും വോട്ടർമാർക്കിടയിലേക്ക് അവരുടെ പ്രതികരണങ്ങൾ തേടുമ്പോഴും അവരുടെ അഭിപ്രായങ്ങൾ തേടുമ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തവണ ബെന്നി ബെഹനാൻ, UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന് അല്പം ഒന്ന് വിയർത്ത് അല്ലെങ്കിൽ അല്പം കൂടി കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇത്തവണ MP സീറ്റ് ഉറപ്പിക്കാൻ സാധ്യതയുള്ളൂ. എറണാകുളത്തേക്ക് വന്നാൽ മറ്റ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അടിയൊഴുക്കുകളോ അല്ലെങ്കിൽ ഒരു മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വളരെ കുറവാണ്. കാരണം എറണാകുളം എന്നുള്ളൊരു ജില്ല കോൺഗ്രസിൻ്റെ തന്നെ ഒരു കോട്ടയാണ്. അവിടെ ഹൈബീഡിനെ തകർക്കുക എന്നുള്ളതിൽ അല്പം ബുദ്ധിമുട്ടാണ്. പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് തന്നെയാണ് ഹൈബീഡിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഒപ്പം ഷൈൻ ടീച്ചർ തുടക്കത്തിൽ അപരിചിതയായിരുന്നുവെങ്കിലും പിന്നീടുള്ള അവരുടെ പ്രവർത്തനം വോട്ടർമാർക്കിടയിലേക്ക് ചെല്ലുന്നു, അവരുമായി സംവദിക്കുന്നു, അവരുടെ പ്രസംഗം ഇതെല്ലാം പ്രവർത്തകരിലേക്കും അതോടൊപ്പം തന്നെ വോട്ടർമാരിലേക്കും ഇറങ്ങി ചെല്ലുന്ന ഒരു സാഹചര്യം. ഇതുകൊണ്ട് തന്നെ ഷൈൻ ടീച്ചറിന് അല്പം കൂടി സ്വീകാര്യത കിട്ടിയെങ്കിൽ പോലും ഹൈബീഡിന്റെ കോട്ട തകർക്കുക എന്നുള്ളത് ഷൈൻ ടീച്ചറിനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും പറയാൻ കഴിയില്ല. നമുക്ക് സെബാസ്റ്റ്യൻ പോളിന്റെ ജയമൊക്കെ നമ്മൾ എറണാകുളത്ത് കണ്ടതാണ്. ഇടത് സ്ഥാനാർത്ഥിയുടെ ജയം ചാലക്കുടിയിൽ സൂചിപ്പിച്ചതുപോലെ ഈ 2020 എത്രത്തോളം അവർ സ്വാധീനം ചെലുത്തും എന്നുള്ളത് കണ്ടറിയണം. പ്രത്യേകിച്ചും അവിടെ നിരവധി പഞ്ചായത്തുകൾ ഭരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ ജനങ്ങളുടെ ഒരു ചിന്ത ഏത് തരത്തിലാണെന്നുള്ളത് അത് വിധി ദിനത്തിൽ മാത്രമേ നമുക്കറിയാൻ കഴിയൂ. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. ഹോം ഗാർഡുകൾക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കണമെന്ന VD സതീശൻ. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുൾപ്പെടെ നിയോഗിക്കപ്പെട്ട ഹോം ഗാർഡുകൾക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കണമെന്നാണ് ആവശ്യം.
ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് VD സതീശൻ കത്ത് നൽകി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ നേരിട്ട് കണ്ട് അമ്മ പ്രേമകുമാരി. യമനിലെ സന ജയിലിലെത്തിയാണ് പ്രേമകുമാരി മകളെ കണ്ടത്. 1 മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചയിൽ നിമിഷയ്ക്കൊപ്പമാണ് പ്രേമകുമാരി ഉച്ചഭക്ഷണം കഴിച്ചത്. മോചനം സംബന്ധിച്ച ചർച്ചകൾ ഊർജിതമാക്കാനാണ് ശ്രമം. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, വർഷങ്ങൾക്ക് ശേഷം മകളെ കണ്ട് ആ അമ്മ, എന്താണ് അമ്മയുടെ ആദ്യ പ്രതികരണമായി വന്നത്? എന്തോ 12 വർഷത്തെ കാത്തിരിപ്പാണ് ആ അമ്മയുടേത്. ഇന്നലെ ഉച്ചയ്ക്ക്, അതായത് ഇന്ത്യൻ സമയം 12 മണിയോട് കൂടിയായിരുന്നു ഈ അമ്മ മകളെ കണ്ടത്. വലിയ വൈകാരികമായിട്ടുള്ള ഒരു ദൃശ്യങ്ങളായിരുന്നു അത്. അതിന് ആ സമയത്ത് മൊബൈൽ ഫോൺ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ദൃശ്യങ്ങൾ പകർത്താൻ കഴിയാത്തത്. പക്ഷെ അതിനുശേഷം അമ്മയുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. അത് അല്പസമയത്തിനുള്ളിൽ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ ആ അമ്മ വളരെ കൃത്യമായി തന്നെ തന്റെ മകളെ കണ്ട ആ ഒരു നിമിഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. യമനിലുള്ളവർക്കും അതോടൊപ്പം തന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി എന്ന് ആ അമ്മ പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ മണിക്കൂറുകളോളം, അതായത് വൈകുന്നേരം വരെ അമ്മയ്ക്ക് നിമിഷപ്രിയോടൊപ്പം ഇരിക്കാൻ സാധിച്ചു. അവർ ഒന്നിച്ചാണ് ആഹാരം കഴിച്ചത്. ഇവർ പരസ്പരം അമ്മ കൊണ്ടുപോയ നിമിഷപ്രിയയ്ക്കായി കൊണ്ടുപോയ ആഹാരം മകൾക്ക് നൽകുകയും ചെയ്തു. അതോടൊപ്പം ആ ജയിലിലുള്ള മറ്റെല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് നിമിഷപ്രിയയോട് സംസാരിക്കുന്നത്, പെരുമാറുന്നത്. നിമിഷപ്രിയയ്ക്കും അതുപോലെ തന്നെയാണ്. അവരുടെ സ്നേഹം തനിക്കും കാണാൻ സാധിച്ചു. താൻ അവിടെ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ തന്നെ വളരെ സ്നേഹത്തോടെയാണ് തന്നോട് പെരുമാറിയത് എന്ന് ആ അമ്മ പറയുകയുണ്ടായി. എന്തോ ഇനി മറ്റൊരു കാര്യം, ഇനി എന്താണ് എന്ന് ചോദിച്ചാൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി അടുത്ത ഘട്ടമെന്നോണം മരിച്ച യമൻ സ്വദേശിയുടെ ഗോത്രത്തെ ബന്ധപ്പെടേണ്ടതുണ്ട്. അവിടെ ഗോത്ര തലവന്മാരുമായി സംസാരിച്ചതിന് ശേഷം അവരുടെ അനുവാദത്തോടു കൂടി യമൻ സ്വദേശിയുടെ കുടുംബത്തെ വീട്ടിൽ താമസിക്കേണ്ടതുണ്ട്. താമസിച്ച് അവരുമായി സൗഹൃദം കൂടി അതിനുശേഷം അവർ മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള അടുത്ത ഘട്ടം എന്നോടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ. അതോടൊപ്പം ഇവർ ശേഖരിച്ച ബ്ലഡ് മണി, അതായത് ഈ മരിച്ച യമൻ സ്വദേശിയുടെ കുടുംബം ആവശ്യപ്പെടുന്ന ബ്ലഡ് മണി നൽകണം. അതും കൂടി അവർ സ്വീകരിച്ചാൽ മാത്രമേ പിന്നീട് കോടതിയെ ഈ വിവരങ്ങൾ ബോധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീടായിരിക്കും കോടതി ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഒന്നെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ എന്നത് കുറച്ചുകൂടി മാറ്റി ഈ തടവ് കാലാവധി കുറച്ചു നൽകും, ഇല്ലെങ്കിൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാനാകും. ഈ 2 സാഹചര്യമാണ് ഇതിന് മുന്നിലുള്ളത്. എന്തായാലും ആ കുടുംബവുമായി, മരിച്ച യമൻ സ്വദേശിയുടെ കുടുംബവുമായും ഒപ്പം തന്നെ ആ ഗോത്ര തലവന്മാരുമായി കൂടിക്കാഴ്ചയാണ് അടുത്ത ഘട്ടം. ആ കൂടിക്കാഴ്ച പിന്നീട് അവർ മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാലും നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് എത്ര കാലം വേണമെങ്കിലും അവിടെ നിൽക്കാനുള്ളൊരു അമ്മയുടെ പ്രതികരണത്തിലേക്ക് പോവാം. നിമിഷയെ കണ്ട ശേഷം അമ്മ പ്രതികരിച്ച ആ ദൃശ്യങ്ങൾ ലഭ്യമാണ്. ആ ബൈറ്റിലേക്ക്. ഞങ്ങൾ ജയിലിൽ ചെന്നു. അവിടെ കുറേ സമയം വെയിറ്റിങ്ങിൽ നിർത്തി. പക്ഷേ അവിടുത്തെ ഭാഷകളൊന്നും അറിയാത്ത എനിക്കും ഈ പ്രായം വരെ ഞാനൊരു ജയിലിൻ്റെ മുമ്പിൽ പോയത് ആദ്യമായിട്ടായതുകൊണ്ട് ഞാൻ വല്ലാതെ ഇതായിപ്പോയി. എൻ്റെ മോളെ കാണാൻ കഴിയില്ല എന്നുള്ള ഒരു വല്ലാത്ത വിഷമത്തിലായിരുന്നു. എങ്കിലും അവരെല്ലാം നിയമങ്ങളും കാര്യങ്ങളും പേപ്പറുകളൊക്കെ വർക്കുകളൊക്കെ അവർ സാറും എംബസിയിലുള്ള ഉദ്യോഗസ്ഥനും ഒക്കെ കൂടി ചേർന്ന് ചെയ്ത് ഞങ്ങളെ അകത്തേക്ക് കടത്തി വിട്ടു. നിമിഷനെ കാണിച്ചു തന്നു. എന്നെ കൊണ്ട് അവർ ഓഫീസ് റൂമിൽ ഇരുത്തിയിട്ട് കസേരയിൽ ഇരുന്നോളാൻ പറഞ്ഞു. പക്ഷേ ഇരിക്കാനായിട്ട് ഉള്ള ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെയും ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നു. അവൾ വരുന്നത് മറ്റേ നമ്മൾ പർദ്ദയൊക്കെ ഇട്ടിട്ട് അവൾ എൻ്റെ മോളായിട്ട് തോന്നാത്ത രീതിയിലായിരുന്നു അവളുടെ വേഷം ധരിച്ചു വരുന്നത്. എങ്കിലും നടന്നു വരുമ്പോൾ ഞാൻ എണീറ്റ് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ മോളാണ്. ഓടി വന്ന് അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. മമ്മി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ മോളെ കാണാൻ കഴിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഈ പാതിക്കത്തെ ആദ്യത്തെ ഗേറ്റിൻ്റെ അവിടെ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ നേരിട്ടു. അപ്പോൾ അവിടെ കടക്കുന്നതിന് തടസ്സമായിട്ടായിരിക്കില്ല, എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് എനിക്ക് തോന്നി അത് കടത്തിവിടാതെ തടസ്സമാണെന്നാണ് എനിക്ക് തോന്നിയത്.
പക്ഷേ നിന്നെ എനിക്ക് കാണാൻ ഇന്ന് നിന്നെ കാണാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്നിട്ട് നിന്നെ എനിക്ക് കാണാൻ കിട്ടില്ല എന്നായിരുന്നു വിചാരിച്ചത്. എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. അവളും മമ്മി കരയരുത്, സന്തോഷമായിട്ടിരിക്കണം, കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അവളും കരയുവാണ് കെട്ടിപ്പിടിച്ച്. ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല. അവളെ കല്യാണം കഴിച്ചു കൊടുത്ത പിന്നെ ഞാൻ ഇന്ന് കാണുവാണ്. പക്ഷെ അവള് ഈ യമൻ രാജ്യത്തിൻ്റെ കരുണ കൊണ്ടും ദൈവകൃപ കൊണ്ടും അവൾ നന്നായിട്ടിരിക്കുന്നു. അവള് എല്ലാവർക്കും അവിടെ ജയിലിൽ ഒത്തിരി സ്ത്രീകളും കുഞ്ഞു പൈതൽ തുടങ്ങി വയസ്സായ സ്ത്രീകൾ വരെയുണ്ട്. എല്ലാവർക്കും അവളിന്ന് വേണ്ടപ്പെട്ട ഒരു നിമിഷയാണ്. മമ്മിനെ കണ്ടപ്പോൾ തന്നെ അവരെല്ലാവരും വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമായിരുന്നു. എന്നെ കൂട്ടിക്കൊണ്ടുപോയി മെയിൻ പോലീസുകാരികളുടെ റൂമിൽ കൊണ്ടുപോയി അവിടെ കിടക്കാനും ഇരിക്കാനും ഒക്കെ സംവിധാനം തരാനും എന്ത് വേണം ഭയങ്കര സ്വീകരണമായിരുന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് അത്രയും സമയം സാറുമാർ പോയി ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്നു. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും വർത്തമാനം പറഞ്ഞിട്ട് തന്നെ ഞങ്ങളുടെ വിശപ്പ് മാറി. ഭക്ഷണം അവിടെ കൊണ്ടുവന്നു കഴിക്കാം. അപ്പോൾ അവിടെയുള്ളവർക്കും കഴിക്കാൻ സമയം വൈകുന്നേരമാണ്. 5 മണിയാകുമ്പോഴൊക്കെ അവർ ജോലി തീർത്തിട്ട് കഴിക്കുള്ളൂ. അപ്പോൾ ഇവള് പാവപ്പെട്ട കുട്ടികളെ ഓർത്ത് ഇവൾക്കും വിശക്കണില്ല. അമ്മയെ കണ്ടപ്പോൾ വയറ് നിറഞ്ഞു. അപ്പോൾ എന്തോ ജ്യൂസ് കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നിട്ട് അത് കഴിക്കാൻ, ചായ കൊണ്ടുവന്ന് അത് കഴിക്കാൻ, കേക്ക് കൊണ്ടുവന്ന് അത് കഴിക്കാൻ. അപ്പോൾ എല്ലാം കുറച്ചെടുത്ത് എൻ്റെ വായിലേക്ക് വെച്ച് തരാനായിട്ട് അവൾ തയ്യാറെടുക്കുക. അത് ഞാൻ അവൾക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തന്നെ 5 മണിയും കൂടുതൽ വൈകിയെന്ന് തോന്നുന്നു. അത്ര സമയം വരെയും അവളോടുകൂടി ആയിരുന്നു അവിടെ. എല്ലാവരും അവൾ എണീറ്റ് കൂടെ വരുമ്പോൾ എല്ലാവരും കെട്ടിപ്പിടിച്ച് കരയാണ്. നിമിഷനെ കൊണ്ടുപോകാണ് ഞാൻ വിചാരിച്ച്. അവളെ വിടാൻ തയ്യാറില്ല. അവർക്ക് അത്രയും വേണ്ടപ്പെട്ട നിമിഷമായി മാറിയിരിക്കുന്നു. യമൻ രാജ്യത്തിന് നന്ദി പറയാൻ എൻ്റെ ജീവിതം കടപ്പെട്ടിരിക്കുകയാണ്. അത്രയും നല്ലൊരു രാജ്യം, അത്രയും നല്ലൊരു സംരക്ഷണത്തിൽ അവളെ ഇത്രയും ഒരു ഇത് വരാതെ ദൈവം കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ ആയിട്ട് കൊണ്ടുവന്ന ഒരേ ഒരു സാമുവൽ സാറിൻ്റെ ദൈവം സാമുവൽ സാറിലൂടെ അവളെ ഇത്രയും എത്തിച്ചു. ഇത്ര വർഷങ്ങളായെങ്കിലും ഈ രാജ്യത്ത് ഇപ്പോൾ അവൾ സന്തോഷവതിയായിട്ടിരിക്കണം. അതാണ് ഞാൻ കണ്ട കാഴ്ച. വളരെ വികാരഭരിതമായിട്ടുള്ള ഒരു പ്രതികരണം രംഗങ്ങളാണ് വിവരിച്ചത് അമ്മ. നവമി, ആരെയും ഒന്ന് വിഷമിപ്പിക്കും അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ. ഇനി എന്താണ് അടുത്ത നടപടി? ഇനി അമ്മയുടെ മടക്കം എങ്ങനെയാണ്? എന്താണ് അടുത്ത കാര്യങ്ങൾ നവമി? ടോം ഇവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് സാമുവൽ ജെറോം മാധ്യമങ്ങളോട് പറഞ്ഞത് നിമിഷപ്രിയയുടെ അമ്മ തിരിച്ചു വരുമ്പോൾ അപ്പോൾ നിമിഷപ്രിയയും ഉണ്ടാകും. കാരണം അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാകും. നിമിഷപ്രിയയ്ക്കൊപ്പം തന്നെയായിരിക്കും അമ്മയും തിരിച്ച് നാട്ടിലേക്ക്, അവരുടെ വീട്ടിലേക്ക് മകളെയും ഭർത്താവിനെയും കാണാൻ എത്തുക എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സാമുവൽ ജെറോം അമ്മ പ്രേമകുമാരിയും കൂട്ടി യമനിലേക്ക് തിരിച്ചത്. അങ്ങനെ തന്നെ സാധിക്കട്ടെ എന്നും അങ്ങനെ തന്നെ നടക്കട്ടെ എന്നും നമ്മളും ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഇവരുടെ ബ്ലഡ് മണി അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ധാരണയായിട്ടുണ്ട്. അടുത്ത ഘട്ടം എന്നോണം നിമിഷപ്രിയയുടെ അമ്മ ഇനി ആ ഗോത്രത്തലവന്മാരെ കാണും. അതായത് ഈ മരിച്ച യമൻ സ്വദേശി ഒരു ഗോത്രത്തിലുള്ള ആളാണ്. അയാളുടെ കുടുംബത്തെയും ഒപ്പം തന്നെ ആ ഗോത്രത്തലവന്മാരെയും കാണും. അവരുടെ അനുമതിയോടുകൂടി നിമിഷപ്രിയയുടെ അമ്മ അവരുടെ ഈ മരിച്ച യമൻ സ്വദേശിയുടെ വീട്ടിൽ താമസിക്കും. അവര് മാപ്പ് നൽകിയതിനു ശേഷം ഇവർ നൽകുന്ന ബ്ലഡ് മണി സ്വീകരിച്ചാൽ മാത്രമേ അടുത്ത മോചനം എന്നോണം ഉള്ള ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഇത് കോടതിയെ അറിയിച്ച് നിമിഷപ്രിയയുടെ ഈ മരിച്ച യമൻ സ്വദേശിയുടെ കുടുംബം നിമിഷപ്രിയയ്ക്കും കുടുംബത്തിനും മാപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം അവർ നൽകുന്ന ബ്ലഡ് മണി സ്വീകരിക്കാനും തയ്യാറായി എന്ന് കോടതിയെ അറിയിക്കണം. എന്നാൽ മാത്രമേ കോടതി അടുത്ത ഘട്ടം എന്നോണം ഈ ഒരു കേസ് വീണ്ടും പരിഗണിക്കുകയുള്ളൂ. ഇത് പരിഗണിച്ചാൽ ഒന്നുകിൽ നിമിഷപ്രിയയുടെ ഈ ശിക്ഷയിൽ ഇളവ് ലഭിക്കും, ഇല്ല എങ്കിൽ നിമിഷപ്രിയയെ മോചിതയാക്കും, ഈ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി വിടും. ഈ രണ്ട് ഘട്ടങ്ങളാണ് ഇനി അടുത്തതായി ഉള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. എന്തായാലും ആദ്യഘട്ടം എന്നോണം ഈ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇതിനോടകം തന്നെ അവിടെയുള്ള പ്രവർത്തകർ ഈ ഗോത്ര തലവന്മാരുമായും ഒപ്പം തന്നെ മരിച്ച യമൻ സ്വദേശിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. അവർക്ക് പാതി സമ്മർദ്ദമാണ് ഈ നിമിഷപ്രിയയുടെ അമ്മയെ കാണാനും അവരോടൊപ്പം സംസാരിക്കാനുമുള്ള
പകുതി സമ്മതം അവർ മൂളിയിട്ടുണ്ട്. ഇനി അമ്മ അവിടെ എത്തി അവരുമായി സംസാരിച്ചാൽ മാത്രമേ ബാക്കിയുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ഈ കുടുംബം മാപ്പ് നൽകും, നിമിഷപ്രിയയ്ക്കും അമ്മയ്ക്കും ഒപ്പം തന്നെ കുടുംബത്തിന് മാപ്പ് നൽകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അവർ ഇപ്പോഴും അറിയിക്കുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ, അതിനുശേഷമായിരിക്കും കോടതി ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കുകയുള്ളൂ. എന്തായാലും നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് നിമിഷപ്രിയയുമായി നാട്ടിൽ എത്തുന്ന ഒരു സാഹചര്യത്തിൽ വരെ അവിടെ നിൽക്കാൻ സാധിക്കും. എന്തായാലും വിസയുടെ കാലാവധി ഉടനൊന്നും അവസാനിക്കില്ല, വേണമെങ്കിൽ നീട്ടി നൽകാനും യമൻ എംബസി തയ്യാറാണെന്നും അറിയിച്ചിട്ടുമുണ്ട്. ശരി നവമി, എന്തായാലും അമ്മയുടെ ഒപ്പം നിമിഷയും തിരികെ എത്തും എന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. എന്നാലും മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. മോർണിംഗ് വൈബ്സ് നാളെ എത്തും. നമസ്കാരം.